2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അന്നൻകുട്ടി എന്നാണ് പേര്. എൻ്റെ അമ്മയുടെ അമ്മയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാൻ വരുമ്പം കൈ നിറച്ച് പലഹാരങ്ങളും മാങ്ങയും ചക്കയൊക്കെ കൊണ്ടുവരാം. അപ്പം അമ്മമ്മ വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഈ കറുത്ത ഹൽവ അമ്മമ്മ കൊണ്ടുവന്നിട്ടാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. ഇതൊന്നും കൂടാതെ അമ്മമ്മ ചാലക്കുടി മാർക്കറ്റിൽ പോയി ഉണക്കമീനും കൊണ്ടുവരും. കാരണം ഞങ്ങൾക്ക് ഉണക്കമീൻ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ രാവിലെ കഞ്ഞിയും കടലയോ പയറോ ഉപ്പേരി എന്ന് വെച്ചാൽ കൂട്ടാൻ, അതിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തിയും ഒരു ഉണക്കമീൻ വറുത്തുണ്ടെങ്കിൽ സന്തോഷമാണ്. അപ്പോൾ അമ്മമ്മനെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും അമ്മമ്മ ബൈബിൾ ഒരു 1000 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അമ്മമ്മ രാവിലെ പള്ളിയിൽ പോയി തിരിച്ച് വന്ന് അമ്മമ്മയുടെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മനെ കാണാതാവും. അമ്മമ്മനെ എവിടെ കാണാതാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മനെ തപ്പി പിടിച്ച് ഏതെങ്കിലും ഒരു മുറിയുടെ ഏതെങ്കിലും ജനലിൻ്റെ താഴെ അമ്മമ്മ 2 കാല് നിവർത്തിയിരിക്കുന്നുണ്ടാവും. കയ്യിലൊരു ബൈബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകമോ അല്ലെങ്കിൽ അന്ന് സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്ന പേപ്പറിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണമോ എന്തെങ്കിലും ഉണ്ടോ, അതിങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്ന് വായിക്കണം അമ്മമ്മേനെയാണ് കാണുന്നത്. എൻ്റെ അമ്മ ചുറ്റും നടന്ന് പറയും, അമ്മ വന്നിട്ട് എനിക്കൊരു സഹായത്തിനില്ലല്ലോ, അമ്മ എന്നെ സഹായിക്കാണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ അമ്മാമ്മയാണ് എനിക്ക് വായിക്കാനുള്ള മോട്ടിവേഷൻ തന്നത്. എന്തും വായിക്കും അമ്മാമ്മ. എത്ര ശ്രദ്ധയോടുകൂടി നല്ല ശാന്തമായ അന്തരീക്ഷം അമ്മാമ്മ തന്നെ ഉണ്ടാക്കും. അമ്മാമ്മ ഇറ്റ്സ് വെരി സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപ്പന് വയ്യായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കി മക്കളെയും വളർത്തി കൃഷിയും നടത്തി. അമ്മാമ്മേനെ കുറിച്ചുള്ള വേറൊരു ഓർമ്മ എന്ന് വെച്ചാൽ പണിക്കാരെ നിർത്തി കായൊക്കെ വെട്ടി ഒരു ജീപ്പിൽ കായ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു ചെറിയ മിനി ലോറി പോലത്തെ വണ്ടിയിൽ അതിൽ അമ്മാമ്മ കയറി പോണതൊക്കെയാണ് എനിക്ക് അമ്മാമ്മനെ കുറിച്ചുള്ള അടിപൊളി ഓർമ്മകൾ. അമ്മമ്മയുടെ മൂത്ത മോള് എറണാകുളത്താണ്. അപ്പം അമ്മമ്മ ബസ് കയറി എറണാകുളം വരെ വരും. അപ്പം ഒരു 2 ചാക്ക് തേങ്ങയും ഒക്കെ കൊണ്ടാണ് വരാം. അമ്മാമ്മ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ആ പ്രായത്തിലെ ലേഡീസിനെ വെച്ച് നോക്കുമ്പം അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. അമ്മമ്മ ടെററായിരുന്നു. അതുപോലെ തന്നെ അമ്മമ്മ ഭയങ്കര സ്വീറ്റായിരുന്നു. ഞങ്ങൾ പേരക്കുട്ടികൾക്ക് അമ്മമ്മ ഭയങ്കര സ്വീറ്റായിരുന്നു. പിന്നെ അമ്മമ്മ ചട്ടി മുണ്ടൊക്കെ എടുത്ത് ഒരു ചെറിയ വാലൊക്കെ ഇട്ട് നടക്കും. ഞങ്ങൾ ആ വാലുമൊക്കെ പിടിച്ച് വലിക്കും. പക്ഷെ ഞങ്ങളെ ചീത്തയൊന്നും പറയില്ല. ഇതുവരെ ഞങ്ങൾ ആരെങ്കിലും പേരക്കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. അമ്മമ്മ അന്യനാണ്. മക്കൾക്കും മരുമക്കൾക്കും ചിലപ്പോൾ അമ്മമ്മ ഭയങ്കര ഭീകരമായിരിക്കും, ചില സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര സോഫ്റ്റായിരുന്നു.